എല്ലാവർക്കും പുതിയ സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ result.hsc.kerala.go.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് പഠനം ലഭ്യമാവും. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിഷുകൾ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യം ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ പ്രധാനമായി നൽകാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു. result.hsc.kerala.go.in/results/ എന്ന ലിങ്കിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാണ്. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നേരത്തെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു, +1 റിസൾട്ട് മറ്റ് കേരള results.nic.in എന്ന വെബ്സൈറ്റിലായിരുന്നു പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആവുമായിരുന്നു. എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവുകയും ഒരു 2-3 വർഷമായിട്ട് പുതിയൊരു വെബ്സൈറ്റിലേക്ക്, അത് result.hsc.kerala.go.in എന്ന വെബ്സൈറ്റിലേക്ക് റിസൾട്ടിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ എന്ത് ചെയ്യുമായിരുന്നു, ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന് താൻ പഠിക്കുന്ന സ്കൂൾ കോഡ്, ഒരു 5 അക്ക സ്കൂൾ കോഡുണ്ട്. ആ സ്കൂൾ കോഡ് അറിയുന്ന ഏതൊരു കുട്ടിക്കും സിമ്പിളായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കൂല. സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടൂല. ഇപ്പം നിങ്ങളിവിടെ ചെക്ക് റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും മാത്രമേ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് അറിയണമെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ആ വിദ്യാർത്ഥിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വിദ്യാർത്ഥിക്ക് മാത്രമേ അത് ചെക്ക് ചെയ്യാൻ പറ്റൂ. ആ വിദ്യാർത്ഥി മാത്രമേ അത് അറിയാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ റിസൾട്ട് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ റിസൾട്ട് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ റിസൾട്ട് മറ്റൊരു കുട്ടി അറിയരുത്, മറ്റൊരു വിദ്യാർത്ഥി അറിയരുതെന്ന രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ സ്കൂളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് പ്രിൻസിപ്പൽ ലോഗിൻ വഴി ഈ വെബ്സൈറ്റിൽ തന്നെ പ്രിൻസിപ്പൽ ലോഗിനിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ സ്കൂളുകാർക്ക് മാത്രമേ പറ്റൂ, അവർക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കൂളിലെ റിസൾട്ട് എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റുഡൻസിന് സ്കൂൾ വൈസ് റിസൾട്ട് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മാത്രമേ അറിയാൻ സാധിക്കൂ. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ കാണുന്നവർ.